ആ ചെല് ചെല്. സൂക്ഷിച്ചിറക്കടാ. ഏയ് മിണ്ടാതെ മുകളിലോട്ട് കയറി വാ. എടാ എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? പിടിച്ചിറക്കടാ ഒറ്റാണ്. കയറി വാടി ഇങ്ങോട്ട്. ഏയ് കരയാതിരി. ആ ഇറങ്ങ പെട്ടെന്ന് നോക്കി ഇറങ്ങടി. ഏയ് വാ നടക്ക്. കിടന്ന് മുളകാതെ നടക്കണേ ഇങ്ങോട്ട്. ഞങ്ങളെ വിട് ചേട്ടാ, ഞങ്ങളൊന്നും ചെയ്യല്ലേ. കായ് വിട് ചേട്ടാ, ഞങ്ങളൊന്നും ചെയ്യില്ല ചേട്ടാ. തോന്നാണ്ടല്ലോ. ചേട്ടാ പ്ലീസ് പേടിയാവുന്ന എന്താ ചെയ്യാൻ പോകുന്ന ചേട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ. എന്താണ് ഇവിടെ ഇത്ര ശബ്ദം? ചേച്ചി രക്ഷിക്ക് ചേച്ചി. ഒച്ച കേട്ട് പോരുത്. പ്ലീസ് ചേച്ചി, ഞങ്ങളൊന്നും പേടിയാവുന്ന ഞങ്ങളൊന്ന് രക്ഷിക്കും. ഞങ്ങളെവിടെ പിടിച്ചോണ്ടോന്നാ ചേച്ചി, നമ്മളൊന്ന് രക്ഷിക്കും ചേച്ചി. മിണ്ടാതിരിക്കാനാ പറഞ്ഞേ. ഒറ്റ ഒരെണ്ണം പോലും മിണ്ടി പോകരുത്. 1 2 3 4 5 6 7 8. ഇത് 8 അല്ലേ ഉള്ളൂ. അവിടുന്ന് 9 വരെ വിടുമെന്നാണല്ലോ പറഞ്ഞേ. വിജയ് വണ്ടി പോയി നോക്കേ. ശരി കേട്ടോ. ചേട്ടാ ഒരെണ്ണം ചത്തു. കാട്ടിക്കൊണ്ട് കുടിച്ചുകൂടെ. പേടിയാവുന്നു. പിടിക്കണ അവിടെ. എല്ലാത്തിനും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോടാ. ചേച്ചി വീട് ചേച്ചി. പെട്ടെന്ന് കൊണ്ടുപോടാ.
വരണം സാർ. എന്നാടാ ഇത് പിടിക്ക്. താങ്ക്സ് സാർ. സാർ വരണം. സെൽവി, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്ക്. അല്ല ഇത് ആരാ വന്നിരിക്കുന്ന? വാ സാറേ. നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം. ആ സുഖായിരിക്കുന്നു. ഡേയ് എല്ലാരും ലൈനിൽ വന്ന് നിക്കടി. മര്യാദയ്ക്ക് വേഗം ചെല്ലാൻ നോക്ക്. എന്താണ്ട് നിനക്ക് പോയാലും എന്താടി എന്തിനാ കൂടെ കരയുന്നു? ഓ നോക്കടി. മര്യാദയ്ക്ക് ചെല്ലാനല്ലേ പറഞ്ഞ? ചെല്ലുക കൂടെ. ഏയ്, ആ കരയുന്നോളെ വേണ്ട, വേറെ ആരെങ്കിലും വിടാൻ നോക്ക്. ആ ശരി സാർ. നിനക്ക് അനുസരിക്കാൻ വയ്യ അല്ലടി. ഇവിടെ പാടി അനുസരണയില്ലടി. പറഞ്ഞ അനുസരണയില്ലല്ലേ? അനുസരിക്കാൻ പറ്റും നിനക്ക്. ഇനി ആരെങ്കിലും കരഞ്ഞ കൊന്നോളെ ഞാൻ. ആരെങ്കിലും പോകില്ല പോകില്ല എന്ന് കരഞ്ഞ ഇത് വെച്ച് കുത്തിത്തരും ഞാൻ. ആരടി പോകാൻ പോന്നേ? പറടി, ആരടി പോകാൻ പോന്നേ? നീ പോകോ? നീ പോകോ? നീ എല്ലാത്തിനെയും കത്തിച്ചളെ ഞാൻ. ഓടി പോ. പോകാൻ പോ പോ പോ. പോ നോക്ക. ഓടി അടുത്തേക്ക്. എന്താ സാറേ, നമുക്കൊരു ചായ കുടിച്ചാലോ? ഒന്നും വേണ്ട, ഇന്നലെ ഈ സമയത്ത് നല്ല മഴയായിരുന്നു. സാറേ, ഇന്ന് നല്ല മഴ ആയിരിക്കുന്ന തോന്നുന്നു. അവൻ സ്പീഡിൽ വരുന്നുണ്ടല്ലേ? ബാരിക്കേഡ് വെക്ക്. അടയ്ക്ക്. സാറേ, ഇന്ന് നല്ല മഴ ആയിരിക്കുന്ന തോന്നുന്നേ. എന്താടാ എന്തിനാണ് ഇത്ര സ്പീഡിൽ വന്നത്? നീ എന്താടാ ഉണ്ടായിരിക്കുന്നത്? ഇത്ര സ്പീഡിൽ പോയത് നിനക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? എന്താ സാറേ, നമുക്കൊരു ചായ കുടിച്ചാലോ? ഓ ഇപ്പൊന്നും വേണ്ട, ഇന്നലെ ഈ സമയത്ത് നല്ല മഴയായിരുന്നു. നീ എവിടെ പോയിരുന്നു? വൺ വേയിലെത്തിനാടാ സ്പീഡിൽ വരുന്നേ. എന്തുവാ എന്താ ഇതിനകത്തുള്ള? എനിക്കറിയില്ല എന്താന്ന്.
എന്താടാ ഷൂല് എന്താ കിടത്തുന്നത്? എന്തായാലും നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയി എനിക്ക് വേദന എടുക്കുന്നു. അവസാനം വരെ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരുമോ? ഇവിടുന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഇനി ആരും വരില്ലേ? ഇതിലും ഭേദം ചാവുന്നതാ. വേദന എടുക്കുന്നു. വിഷമിക്കണ്ട, ദൈവം പല രൂപത്തിൽ വന്ന് രക്ഷിക്കും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. തീർച്ചയായും നമ്മളെ ഏതെങ്കിലും രൂപത്തിൽ വന്ന് രക്ഷിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഈ ദൈവമൊക്കെ സത്യത്തിൽ കഥകൾ മാത്രമേ വരുള്ളൂ. നേരിട്ട് നമ്മളെ രക്ഷിക്കാൻ വരൂലേ? നമ്മളെ ഇവിടുന്ന് രക്ഷിക്കാൻ ആരാ വരുന്നത്? എന്നോട് ഓടരുതെന്ന് പറഞ്ഞത്. ഓടരുതെന്ന് പറഞ്ഞേ. മര്യാദക്ക് പറഞ്ഞോ. ആ ഷൂ എന്താ ഉള്ളത്? വീട് ചേട്ടാ. അയ്യോ സാറേ, ആരോ വിളിച്ചു സാറേ. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തെ നിങ്ങൾ ജീവിതമാക്കണം. അതേപ്പറ്റി ചിന്തിക്കുക, അതേക്കുറിച്ച് സ്വപ്നം കാണുക. ആ ലക്ഷ്യത്തിന് വേണ്ടിയാവണം നമ്മൾ ജീവിക്കാൻ. നിങ്ങളുടെ ബുദ്ധിയും ശരീരവും മനസ്സും ആ ലക്ഷ്യം കൊണ്ട് നിറയ്ക്കണം. ആ ലക്ഷ്യം മാത്രമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ.
അതിനുവേണ്ടി എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കിയിരിക്കണം. സ്റ്റുഡൻസ്, ഇത് ആരാണ് പറഞ്ഞത്? പറയൂ നോക്കട്ടെ. മിസ്, ഇത് മിസ് തന്നെയല്ലേ പറഞ്ഞത്? മിസ് എന്നല്ലേ ഇത് പറഞ്ഞത്? അർത്ഥവത്തായ ഈ വാക്കുകൾ എൻ്റെ അല്ല, സ്വാമി വിവേകാനന്ദന്റെയാ. അവൾ അതെങ്കിലും പറഞ്ഞല്ലോ. ആരും ചിരിക്കണ്ട. ഇന്നലെ എബ്രഹാം ലിങ്കണെ കുറിച്ച് പഠിച്ചിട്ട് വരാൻ പറഞ്ഞില്ലായിരുന്നോ? ആരെങ്കിലും പഠിച്ചോ? മിസ്, ഞാൻ പറയാം മിസ്. പറയൂ നോക്കട്ടെ. എബ്രഹാം ലിങ്കൺ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ചെരുപ്പൂത്തിയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ എബ്രഹാം ലിങ്കൺ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടു. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ അടിമകൾ എന്ന പേരിൽ കുറച്ച് മനുഷ്യരെ ജോലി ചെയ്യിപ്പിക്കുന്നതും തടങ്കലിടുന്നതും കണ്ടു. ഇതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പിന്നീട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റു. അങ്ങനെ അദ്ദേഹം അടിമത്തത്തെ ഇല്ലാതാക്കി. മിടുക്കിയാണല്ലോ. നീ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. മിസ്, അവൾ എപ്പോഴും ഇരുന്ന് പഠിക്കുന്ന ചെരുപ്പടയിൽ തന്നെയാ. അദ്ദേഹവും ചെരുപ്പ് തന്നെയല്ലേ തെച്ചത്. അതാ അവൾ പെട്ടെന്ന് പറഞ്ഞു. സ്റ്റുഡൻസ്, എല്ലാവരും പ്രിയയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. കുറച്ചുകൂടി ഇട്ടോ. നമ്മുടെ ആൾക്കാർ റൗണ്ട്സിന് പോയ സമയത്ത് എവിടുന്നോ സ്പീഡിൽ വന്ന് മനഃപൂർവ്വം ഇടിച്ചു കയറിയതാ. അവൻ കാലിട്ടുന്ന ഷൂവില് ലൈറ്റ് എന്തോ കത്തുന്നുണ്ടായിരുന്നെന്നാ പറഞ്ഞു. നമ്മുടെ ഇൻസ്പെക്ടർ സാർ അത് നോക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാരും തള്ളിയിട്ടിട്ട് ആ ഷൂ എടുത്തോണ്ട് അവൻ ഓടിയെന്നാ പറഞ്ഞേ. പെട്ടെന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല, ഇവനെ ആരോ വെടിവെച്ചു. വെടിവെച്ചവനായിരുന്നു അറിയില്ല, ഇവനായിരുന്നു അറിയില്ല. റിപ്പോർട്ട് കണ്ടു. ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞതാ. ഡിസ്ചാർജ് ആവാൻ ഒരാഴ്ച എടുക്കും. ഓക്കെ ഡോക്ടർ. ജിമ്മി IPS. മോളെ, നിന്റെ പേരെന്താ? പറ ചേട്ടാ, എന്താ വേണ്ടത്? മോളെ, ഞങ്ങളൊക്കെ ആരെന്നറിയോ? ഓ, നിങ്ങളാണോ ആ 3 ഇഡിയറ്റ്സ്? അവന്റെ നാക്കിടില്ലേ? ശരി ശരി, ഈ ഷൂ ഒന്ന് തയ്ച്ചാ. കടയിൽ ബോധമില്ലാതെ വന്ന് പ്രശ്നം ഉണ്ടാക്കണം. ആരാ മോളെ ഇത്? ഈ മോളുടെ വാച്ച്മാൻ ആണോ? ഇതെന്റെ അച്ഛനാ, ഈ കടയുടെ ഓണർ. ലൈനിൽ നിൽക്കില്ലേ? ഇവനാര്? ബ്യൂറോസിന്റെ വാച്ച്മാനോ? ലൈനിൽ നിൽക്കാൻ പറയാനായിട്ട്? ആദ്യം വന്ന കസ്റ്റമറിനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ? എന്താ ഇത്? ബാലവേല ചേച്ചി കാശുണ്ടാക്കുകയാണോ?
ചൈൽഡ് ലേബർ കേസിൽ അകത്താക്കാൻ തന്നെ അങ്ങനെയാണെങ്കിൽ സാറ് ഈ കൊച്ചിന്റെ മുഖത്ത് മീശോട്ടിച്ച് ജോലി ചെയ്യിപ്പിക്കല്ലേ? ഇവന്റെ മീശ ഒട്ടിപ്പാണെന്ന് ഈ കൊച്ചിനെ എങ്ങനെ മനസ്സിലായി? ഞാൻ ഇവിടുത്തെ കുഞ്ഞു തൊഴിലാളിയല്ല, കുഞ്ഞു മുതലാളിയാ. എന്താ കാശ് വല്ലതും വേണോ? കണ്ടില്ല അണ്ണാ, പോലീസുകാരി കൊച്ചിനെ പോലും വെറുതെ വിട്ടിട്ടില്ല അണ്ണാ. വെറുതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നാണം കെടുത്തണ്ട. പെട്ടെന്ന് പോളെ, ഞാൻ ആദ്യം വന്നേ, എനിക്ക് വെച്ചാൽ ആദ്യം. പിന്നെ നീ ഇവിടെ BMW വാഷിനോട് വെയിറ്റ് ചെയ്യല്ലേ? എന്നാ ഈ ചെരുപ്പ് കൊണ്ട് നീ നിന്റെ തലയിലടിച്ചിട്ട് നടന്ന് പോവാൻ നോക്കടാ. പോടാ പോടാ പോടേ. ചേട്ടൻ ഇവിടെ ഏതോ പോലീസുകാരനെ അലക്കി ഉണക്കിട്ട് യൂണിഫോം എടുത്തിട്ട് വന്നിട്ട് ഷോ കാണിക്കുമ്പോഴാ അവന്റെ ഒരു ഇട്ടിട്ട് പോടാ പോടാ പോടേ. അണ്ണേ പറയണേ, ഷൂ അങ്ങോട്ട് കൊടുക്ക്. ഈ നിന്റെ കൊടുക്കുക പിടിക്കേ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഷൂ കണ്ടിട്ടേ ഇല്ല. നിന്റെ അനുഭവം ഒരു 20 വർഷമൊക്കെ കാണുമോ? അതെ മോളെ, ഇത് അണ്ണന്റെ സെന്റിമെന്റൽ ഷൂവാ. വേഗം ഒന്ന് തയ്ച്ചതാ. ഈ ഷൂ തയ്ച്ചു തരാൻ എനിക്ക് പേടിയാവുന്നു. മോളെ, അതൊരു കുരുവിയല്ലേ പറന്നു പോയത്. ഇവനെ പോലെ പെരിച്ചാഴിയൊന്നും അല്ലല്ലോ. എത്രയാകുമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഒരു 300 രൂപയാണ് ചേട്ടാ. മോളെ, ഞങ്ങൾ ഈ കടയെ മൊത്തത്തിൽ മേടിക്കാനല്ല ചോദിച്ചത്. ചേട്ടൻ തന്നെ ഈ ഷൂടെ മില്ലിന്റെ അടുത്തുള്ള കുപ്പത്തോട്ട് ഇന്ന് കൈയിട്ടെടുത്തതാ. അതിന് ഇത്ര വിലയോ? അതിലും പുതിയ ഷൂ വാങ്ങുന്നതാ. ചേട്ടൻ എന്തിനോട് പുതിയ ഷൂ വാങ്ങുന്നേ? വായിലെ നാക്ക് വെച്ച് ചേട്ടൻ അടിയല്ലേ വാങ്ങുന്നേ? എന്റെ പൊന്നു ചേട്ടാ, ആ ഷൂ അങ്ങ് പോണെങ്കിൽ പോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇത് വെറും ഷൂ ആണെന്ന് കരുതിയോടാ നീ. എവിടെ പോയാലും സെന്റിമെന്റലായി ഈ ഷൂ ഇട്ടോണ്ട് പോയി കഴിഞ്ഞാ വർക്ക് അപ്പ കിട്ടും. അറിയോ നിനക്ക്? അങ്ങനെ ഏത് വർക്കാ കിട്ടിയത്? ഇപ്പൊ ഇറങ്ങിയത് മുറുക്കാൻ വാങ്ങാനല്ലേ? നോക്കടാ, റൗഡി ആണെങ്കിലേ മുറുക്കാനും വാങ്ങണം, വായിലും വയറ്റിലും ഒക്കെ ബ്ലേഡും ഉണ്ടാവണം. അപ്പൊ വായിക്കാത്ത കൊറേ ബ്ലേഡ് വായിക്കാത്ത നോക്കാൻ പോണടാ. ചുമ്മാ നോക്കുമ്പോളെ, ഞാൻ വിചാരിച്ച പോലെ ഈ കീറിയ ഷൂ എനിക്ക് നന്നായി തയ്ച്ചു തന്ന ആകെ നാശമായി കിടക്കുന്ന നിന്റെ ഈ കട മൊത്തത്തിൽ നന്നാക്കി തരാം, നിന്റെ അച്ഛനെ ഉൾപ്പെടെ. സത്യമാണോ ചേട്ടാ? ആ, അതിനിടയ്ക്ക് നീ അത് സ്കാനും ചെയ്തു. ഷൂവിന്റെ പൈസ തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് തയ്ച്ചു തരാം. ശരി, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഈ ഷൂ എന്റെ ജീവനെ പോലെയാ, നല്ല അടിപൊളിയായിട്ട് തയ്ച്ചു വെച്ചേക്കണം. ആ ശരി ചേട്ടാ. ആ ഷൂൽ എന്റെ കാലല്ലാതെ വേറെ ആരുടെയും കാലിൽ കയറരുത്. അമൂല്യ നിധിയല്ലേ? എന്തോന്നാ എടാ മഹാഭാവി, അയാളെ ചുമ്മാ വെള്ളം അമ്മച്ചി, ആ കത്തി വന്നേ, ഇവന്റെ കഴുത്തറുത്ത് തരാം. അയ്യോ ചേട്ടാ, വേണ്ട ചേട്ടാ, ഇതെന്റെ അച്ഛനാ. അച്ഛൻ അറിയാതെ പറ്റിപ്പോയതാ, വിട്ടേക്ക് ചേട്ടാ. നിന്റെ അച്ഛനാണ്ട് വിട്ടിരിക്കുന്നു. ഷൂവിന്റെ മോളിൽ കിട്ട് കാല് വെക്കുന്നോ? എടുക്കണ കാല്, അവന്റെ ഒരു ഉണക്ക കാല്. മോളെ, സൂക്ഷിച്ചൊക്കെ തയ്ക്കണേ. ഇതെന്റെ ജീവനാ. ഷൂ സേഫ് അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ഷേപ്പ് തന്നെ മാറും. ഷൂ ഒന്ന് തയ്ച്ച് കിട്ടിക്കോട്ടെ, അതുകൊണ്ട് ഞാൻ ചവിട്ടും. വണ്ടി എടുക്കടാ. ദേശം പേടിച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. അടുത്ത ആഴ്ച ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നീ മിക്ക ദിവസവും ലീവാണ്, നന്നായി പഠിക്കാൻ നോക്ക്. വാ. സർക്കുലർ മിസ്, മിസ് നാളെ ലീവാണോ മിസ്? ഉണ്ടായിരിക്കടാ. പിള്ളേരെ, എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോണം. നാളെ മാതൃദിനമാണ്. എല്ലാവരും നിങ്ങളുടെ അമ്മയെ വിളിച്ചുകൊണ്ട് വരണം. ഞാൻ നാളെ എന്റെ അമ്മയുടെ വരുന്നുള്ളൂ. നീ നിന്റെ അമ്മയുടെ അല്ലേ വരുന്നേ? ഞാൻ നിന്റെ അമ്മയെ കണ്ടിട്ടേ ഇല്ല, പക്ഷെ ഞാനിവന്റെ അമ്മയെ കണ്ടിട്ടുണ്ട്. മിസ്, നാളെ കളർ ഡ്രസ് ആണോ യൂണിഫോം ആണോ മിസ്? എല്ലാവരും നാളെ യൂണിഫോമിൽ തന്നെ വരണം. മിസ്, അപ്പൊ അമ്മമാരെ യൂണിഫോം ഇട്ടോണ്ട് വരണോ മിസ്? അവന്റെ നാക്കിന്റെ നീളം കണ്ടില്ലേ? അച്ഛാ, അച്ഛാ, എന്താ അമ്മ കാണാൻ എങ്ങനെയാ അച്ഛാ? ചത്തുവയരെ കുറിച്ച് ചോദിക്കരുത്. പറയച്ചാ. നിന്റെ അമ്മയല്ലേ, അവള് നല്ല 1-ാം തരം വെള്ളിക്കുലിസൊക്കെ ഇടുമായിരുന്നു. തല നിറയെ മുല്ലപ്പ് വെച്ച് വന്നു കഴിഞ്ഞാ ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. എന്തിനാ ഇപ്പൊ അവളെ പറ്റി ചോദിക്കണത്? അല്ലച്ചാ, അമ്മയെ പെട്ടെന്ന് ഓർമ്മ വന്നു, അതാ. ആ ഉരുപ്പെട്ടവളാണെങ്കി എപ്പോ നോക്കിയാലും കുടിക്കല്ലേ കുടിക്കല്ലേ എന്ന് പറഞ്ഞ് തലയ്ക്ക് സ്വയം തരൂലായിരുന്നു.
അപ്പൊ നീ അവളുടെ വയറ്റിൽ കിടന്ന് കുടിക്കല്ലേ കുടിക്കല്ലേ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാ അവളെ ഒഴിപ്പിച്ചു വിട്ടത്. രണ്ടെണ്ണം കൊടുത്തപ്പോ ആട്ടുകല്ലി പോയി തലയിടിച്ച് വീണു. എന്റെ ഭംഗിയുള്ള വീട് മൊത്തം ചോരയാക്കി. ഹോസ്പിറ്റലിൽ പോയ അവൾ പിന്നെ തിരിച്ചു വന്നില്ല. കൂടി ജീവിതം തുലയ്ക്കും. അതുപോലെ തന്നെ കൂടി നിർത്താൻ പറയുന്നവരുടെ ജീവിതവും നശിച്ചു വന്നിരിക്കുന്ന അവള്. ഇനി നീയും കുടിക്കില്ലെന്ന് പറഞ്ഞു നോക്ക്. ആ ആട്ടുകല്ലേ നിനക്ക്. അമ്മയെ തേടി മിഴികൾ കാത്തു ഞാൻ താനേ മോഹമായി മാറിയോ കടലിനലകൾ പോലെ കുഞ്ഞിൻ ചാരി നീ പാട് അമ്മേ സ്നേഹമായി വന്ന് എന്നിൽ ചേരുമോ നീയും നെഞ്ചോരമായി താരാട്ടുമോ ആരാരിരോ പാടും. എടി ഐശ്വര്യ, ഇതാണോ നിന്റെ അമ്മ? ആ അതെ. അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്റെ അമ്മയുടെ കൈ ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. നോക്ക്. അമ്മേ, ഇവളാണ് എന്റെ ഫ്രണ്ട്. ചെരുപ്പ് കട നടത്തുന്നെന്ന് പറഞ്ഞില്ലേ? പാവം, ഇവക്ക് അമ്മയില്ല. ചായും നീരും അമ്മേ സ്നേഹം നൽകുമോ തേങ്ങി ഞാനും വാടി നിൽക്കേ അമ്മേ നീ വേണം ആൾമോഹമാ പോകുമോ എൻ സ്വപ്നമേ മായുമോ മോഹമാ കാത്തു ഞാൻ ഷെൽവി നിന്നെപ്പോലെ അമ്മയില്ലാത്ത കുഞ്ഞാ. നല്ല ഭംഗിയായിരുന്നു അവളെ കാണാൻ. നിന്റെ അച്ഛൻ എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്ന് അവളെ പട്ടിയെപ്പോലെ തല്ലുമായിരുന്നു. അവനെ എതിർത്ത് അവൾ ഒരു വാക്ക് പോലും പറയില്ലായിരുന്നു. ഭർത്താവായതുകൊണ്ട് അവളെല്ലാം സഹിച്ചങ്ങ് കഴിഞ്ഞു. നീ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് നിന്റെ അച്ഛൻ കള്ളു കുടിച്ചിട്ട് വന്ന് നിന്റെ അമ്മയെ ചവിട്ടി. അവളെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയപ്പോ നിന്റെ അമ്മയുടെ തല നിറച്ചും ചോരയായിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള ഒരാള് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസുകാർ വന്ന് മൊഴിയെടുത്തപ്പോ നിന്റെ അമ്മ പറഞ്ഞ് എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തില്ല, ഞാൻ തെന്നി വീണതാണെന്ന്. ഞങ്ങളെ വഴക്കം പറഞ്ഞ് പോലീസുകാർ കേസെടുക്കാതെ പോയി കളഞ്ഞു. അവളോട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾ ചോദിച്ചു. ഞാൻ മരിക്കോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ കുഞ്ഞ് പുറത്ത് വന്ന് അച്ഛൻ എന്തേന്ന് ചോദിക്കും. അച്ഛൻ ജയിലിലാണെന്ന് ഞാൻ എങ്ങനെയാ പറയുന്നത്? അയാൾ കുടിച്ചാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരിക്കലും തിരിച്ചു വരുമെന്ന നിന്റെ അമ്മ പറഞ്ഞു. പിന്നെ അവളുടെ ജീവനില്ലാത്ത ശരീരം തിരിച്ചു വന്ന് അവൻ നിന്നെ പ്രസവിച്ച ഉടനെ മരിച്ചുപോയി മോളെ. എന്റെ മോളെ, എന്റെ അമ്മ അവസാനമായിട്ട് കണ്ടത് ഈ കണ്ണുകളല്ലേ? അതെ മോളെ. എടുത്തുവാ. എന്റെ അമ്മയെ ഞാൻ ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല മുത്തശ്ശി. എന്റെ അമ്മയുടെ ഏതെങ്കിലും ഫോട്ടോ മുത്തശ്ശിയുടെ കയ്യിലുണ്ടോ? നിന്റെ അമ്മയുടെ ഫോട്ടോയാ അത്?
ഞാനും നിന്റെ അമ്മയും കൂടെ അടുത്തുള്ള പൂജാരിയുടെ വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാനും നിന്റെ അമ്മയും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. തിരുമേനിയുടെ കയ്യിൽ എന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടോ? ആരാ മോളെ നീ? എവിടെ നിന്ന് വരിക? സെൽവിയുടെ മോളാ. ആഹാ, സെൽവിയുടെ മോളാണോ നീ? തിരുമേനിയുടെ വീട്ടിലെ ഫംഗ്ഷന് പൂക്കാരി മുത്തശ്ശിയോട് എന്റെ അമ്മ ഫോട്ടോ എടുത്തില്ലേ? ആ ഫോട്ടോ വീട്ടിലാണുള്ളത് മോളെ. ഞാൻ ഇപ്പൊ പൂജ ചെയ്യേ. ഇപ്പൊ ഒന്ന് കാണാൻ പറ്റില്ലേ? നീ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വാ. മോക്ക് ഞാൻ ആ ഫോട്ടോ തരാം. അശ്വന്തേ, സമയം എത്രയാടാ? ചെയ്തോ? 9:15 ഇനി ഇങ്ങനെ ചെയ്യാൻ 9:15? 9:15 കണ്ണൻ പടം വരച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവനെ അമ്മ വിളിച്ചത്. ആ അമ്മയുടെ സമയം ഫോട്ടോ അവൻ, കടയിൽ വെക്കാം. പ്രിയ നീ എന്ത് ചെയ്യുവാ? ഒന്നുമില്ല മിസ്. അശ്വന്തേ, ഇപ്പൊ സമയം എത്രയായി? 10:30. 10:30യോ? എടി മണി 10:30 ആയെന്ന്. 10:30ആണോ? ദിവസം എന്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ രാവിലെ കണി കാണും. എടി നീ എന്തുവാ ഈ ചെയ്യുന്നേ? അശ്വന്തേ, ഇപ്പൊ സമയം എത്രയാടാ? ഒന്ന് പൊടി. എന്താ ബാലു, സുഖമായിരിക്കുന്നോ? അതെ സാറേ, സുഖമായിരിക്കുന്നു. അയ്യോ, ഒന്ന് പെട്ടെന്ന് അടിക്ക് ചേട്ടാ. എന്നാ ശരി സാർ. ആ സാർ, നമസ്കാരം. പെട്ടെന്നൊന്ന് ബെല്ലടിക്ക് ചേട്ടാ. ഒന്ന് പെട്ടെന്ന് ബെല്ലടിക്ക്. എൻ്റെ അമ്മോ, ഈ പെട്ടിയിലാണ് നിന്റെ അമ്മയുടെ ഫോട്ടോ ഉള്ളത്. നമുക്ക് നോക്കാം. ഇരിക്കിരിക്കെ. തിരുമേനി ഒന്നിങ്ങോട്ട് വന്നേ. മുത്തശ്ശിയുടെ അടുത്ത് നിന്റെ അമ്മയുണ്ടാവും. നോക്കിയോ, ഒരു ഫോട്ടോയിൽ അതിന്റെ അമ്മയുള്ളെന്നാ തോന്നുന്നത്. മോളെ നോക്കിയോ, ഇതാ വരുന്നല്ലോ. എന്താ ഇത്ര ധൃതി? എൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് ഒരു ഓറഞ്ച് കളർ സാരി എടുത്ത് നിൽക്കുമായിരുന്നു അവള്. ആ ഒരു ഫോട്ടോയിൽ മാത്രമേ അവളുള്ളൂ. നിന്റെ അമ്മ വലിയ മഹാറാണിയല്ലേ, കോടിക്കണക്കിന് ഇട്ടിട്ട് പോയത്. ശല്യം ഒഴിഞ്ഞു പോയി, അത്ര തന്നെ. അങ്ങനെ നീ എന്റെ തലയിലുമായി. ഒരു അമ്മ സ്നേഹം. നിനക്കെന്താ അപ്പനില്ലേ? എന്നെ കണ്ടാ പോരെ? നിന്റെ അമ്മയെക്കാളും ഭംഗിയുണ്ട് എനിക്ക്. എന്റെ അടുത്ത് നിന്നാ നിന്റെ അമ്മയ്ക്ക് ഒട്ടും ഭംഗിയില്ല. ഉമ്മ വളവളാന്ന് ചലച്ചോണ്ടിരിക്കുക. ആ മൂദേവി സൂചി നൂല് ഉപയോഗിച്ച് ഏതോ പാവ തയ്ക്കുമായിരുന്നു. ഇതെന്റെ മോൾക്ക് കൊടുക്കാനാന്നും പറഞ്ഞോണ്ട്. അച്ഛാ, പാവ ഇപ്പൊ എവിടെയാ ഉള്ളേ? ഇവിടെ എവിടെയെങ്കിലും കാണും, ചെന്ന് നോക്ക്. ഞാൻ കുമാറിന്റെ വീട് വരെ പോയിട്ട് വരാം. ജീവതോ
എന്താ വത്സലേ സുഖമായിട്ടിരിക്കുന്നോ? പണ്ട് കറുത്ത് ഒരു മൈൻഡും ഇല്ല. ഇനി ചിലപ്പോ ചീത്ത വിളിക്കും. ആ മുതലാളി, ഷൂ റെഡിയായോ? അതെപ്പോഴേ റെഡി ആയിരിക്കുവോ ചേട്ടാ? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചേട്ടന്റെ ഷൂ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ എന്റെ കട നന്നാക്കി തരില്ലേ? അതൊക്കെ ഞാൻ അടിപൊളിയാക്കി തരാം. ഒന്ന് ക്ഷമിക്കു വെച്ചേ, നല്ല നേരം കഴിയാനായിട്ട് നീ 5 മിനിറ്റ് കൂടെ ഉണ്ട്. എടോ ഇങ്ങനെ എന്താ നാദിരാത്രി ആഘോഷിക്കാൻ പോവാണോ? കാശ് കൊടുത്ത് ഷൂ കാലം മേടിച്ചിടാൻ പോവല്ലേ? അതിനെന്തിനാ 5 മിനിറ്റ്? എടാ മരത്തലയാ, എന്റെ വായൊന്നും കേൾക്കരുത്. എടാ ഏതാടാ കിഴക്ക്? ഇവിടുത്തെ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ ഏതെങ്കിലും ഭാഗത്തോട്ട് തിരിഞ്ഞു തൊഴാൻ നോക്ക്. എങ്ങോട്ടാണോ തിരിയുന്നത് അതാണ് കിഴക്ക്. അല്ല പോലാതി, എന്റെ ദൈവമേ, ഈ വൃത്തികെട്ടവന്മാര് തന്നെ ഒന്ന് രക്ഷിക്കണേ. ആ ഇവളെന്തോ തപ്പിക്കൊണ്ടിരിക്കുന്നേ? എന്തു പറ്റി മോളെ? എന്താ? ഒരു മിനിറ്റ് നിക്ക് ചേട്ടാ. അച്ഛാ, ആ ചേട്ടന്റെ ഷൂ എവിടെ അച്ഛാ? ആകെ മൊത്തം കീറിയിരുന്ന ഷൂ അല്ലേ? ആ അത് തന്നെ അത് തന്നെ. ഞാൻ കണ്ടില്ല, എനിക്കൊന്നും അറിയില്ല. മോളെ എനിക്ക് നേരമില്ല, ആ ഷൂ എടുക്ക്. ആ ചേട്ടാ, ചേട്ടൻ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ലുങ്കി ഇല്ലേ, അത് ഈ ബനിയനുമായിട്ട് ഒട്ടും മാച്ചല്ല. അതുകൊണ്ട് ചേട്ടൻ ലുങ്കി മാറ്റി പാന്റ് ഇട്ടുവാ. അപ്പോഴേക്കും ഞാൻ ആ ഷൂ കണ്ടുപിടിച്ച് വെക്കാം. അത് ശരി. ചേട്ടാ, ചേട്ടൻ വലിയ ഗുണ്ടയല്ലേ, എന്നിട്ട് അതേപോലത്തെ ഷൂ ആണോ ഇടുന്നേ? എന്റെ ഷൂ എവിടെ പറയാ? മോളെ, ഞങ്ങളുടെ അണ്ണൻ എപ്പോഴും ഈ ഷൂ തിരക്കി ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഷൂ ഇങ്ങ് എടുത്തതാ. അതൊക്കെ ഒരു ഷൂ ആണോ? നിങ്ങൾ പോയി വേറൊരു ഷൂ മേടിക്കും ചേട്ടാ. കുരുപ്പേ, നീ ആ ഷൂ ശരിയാക്കോ ഇല്ലയോ? നീ അതിന് തന്നേക്ക്, ഞങ്ങൾ വേറെ കൊണ്ട് കൊടുത്തോളാം. അല്ലേ അണ്ണാ? അതുണ്ടെങ്കിലല്ലേ തരാൻ പറ്റും. കേട്ടില്ലണ്ണ? എന്തൊക്കെയാ പറയുന്നേ? ഷൂ എവിടെയെന്ന് ചോദിക്ക്. അച്ഛൻ ബോധമില്ലാതെ എന്തോ പറയുവാ. ചുമ്മാ കാല് വെച്ചതിന് എന്നെ തല്ലാൻ വന്നില്ലേ? ഇപ്പൊ നിന്റെ ഷൂ എവിടെ ഇല്ല. ഇനി ആരെ തല്ലും? പൊക്കി എടുക്കണേ. അയ്യോ ചേട്ടാ, അച്ഛൻ പാവോ ചേട്ടാ, അച്ഛൻ പാവോ ചേട്ടാ, വിട്ടേര് ചേട്ടാ. വേണ്ട ചേട്ടാ, ഇവന് ബോധം വരാൻ 2 പാക്കറ്റ് മോര് വെള്ളം വാങ്ങിച്ചോ. അതിനോട് ഒരു ക്വാർട്ടറോട് വാങ്ങിക്കാൻ പറ. തൊട്ടുനൊക്കെ കടായി ചിക്കൻ വല്ല വേണം. വേണ്ട, ചവിട്ടി വെച്ചോണ്ടല്ലോ നിന്റെ. ആ എവിടാടാ എന്റെ ഷൂ? വിധി എന്റെ ലൈഫിൽ കിടന്ന് ക്രിക്കറ്റ് കളിക്കാം. പോടാ. ഇവൻ പറയുന്ന ലക്ഷണമില്ല. മോളെ എന്റെ ഷൂ എവിടെയാ മോളെ? ഈ കൊച്ചെന്തോ ഇങ്ങനെ നോക്കുന്നേ? എടാ ദാ, ഇവന്റെ കൈയും കാലും കെട്ടി ജീപ്പ് കയറ്റിയിട്. ബോധം തെളിയുന്നവരെ ചോദ്യം നല്ല ഐഡിയ ആണ്. ആ നീ ഒരു പ്ലാസ്റ്റിക് കവറോടെ വാങ്ങിച്ചോ. പോടെ പൊക്കി എടുക്കണം അവനെ. എന്റെ അച്ഛനൊന്നും ചെയ്യില്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ. പറയുന്നേക്ക് ചേട്ടാ, അച്ഛൻ ഈ കടയിൽ എവിടെങ്കിലും ആ ഷൂ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. നിക്ക്, ഈ കട കണ്ടെത്താൻ ഒരു ബാത്റൂം സൈസേ ഉള്ളൂ. ഇനി ഇതിന്റെ അകത്ത് സ്റ്റോർ റൂം കൂടി ഉണ്ടോ? ഇവളെന്ത് കളിയാക്കണോ ചേട്ടാ? ചേട്ടാ, ഞാൻ വേണമെങ്കിൽ വീട്ടിൽ പോയി നോക്കിയിട്ട് വരാം. വീട്ടിൽ പോയി നോക്കണോ? എത്ര സമയം എടുക്കും തിരിച്ചു വരാൻ? 2 ദിവസം സമയം എന്താ ചേട്ടാ? 2 ദിവസമോ? നിന്റെ വീടെന്താ രാജസ്ഥാനിലെ മറ്റോ? ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ, 2 ദിവസം സമയം എന്താ ചേട്ടാ? അച്ഛൻ ചിലപ്പോ വീട്ടിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് തരാം നിന്റെ ഈ ചേട്ടാ. പിഞ്ച് മുഖം കണ്ടിട്ടാ ഈ ഇഞ്ചി കടിച്ച കൊരങ്ങനെ വെറുതെ വിടുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ കട അടച്ച് സീല് വെച്ചാണ് ഞങ്ങള്. 2 ദിവസം സമയം തരും. ഷൂ കിട്ടിയിരിക്കണം കേട്ടോ. നിങ്ങൾ അവന്റെ മോന്ത കണ്ടില്ലേ ഏട്ടാ? ഓ പിന്നെ നീ വലിയ ഷാരൂഖാനല്ലേ? പോടാ. അതെ സിസ്റ്ററെ, ഇവനെ കൊണ്ട് സംസാരിക്കാനൊക്കെ പറ്റുമോ? അത്രയ്ക്ക് ക്രിട്ടിക്കലൊന്നും അല്ല സാർ. ഇവൻ വാ തുറന്ന് സംസാരിച്ചാലല്ലേ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചറിയാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല സാർ, ഞങ്ങൾ നോക്കിക്കോളാം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അഥവാ ഇവൻ കണ്ണുറക്കുകയാണെങ്കിൽ ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും. ആരും അറിയാതെ എന്നെ വന്ന് വിളിക്കണം. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു സാർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയാം. അണ്ണാ ഇതെങ്ങനെയുണ്ട്? ഇതെന്തിനാ എന്റെ മുഖത്ത് നോക്കുന്നേ? ദാ അണ്ണന്റെ പിറന്നാൾ കേക്കിനകത്ത് എന്താ എഴുതി വെച്ചേക്കുന്നത് നോക്ക്. പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ട ജിമ്മി. എന്താടാ, ഞാൻ ആണായതുകൊണ്ട് ജിമ്മി എന്ന് പേരിട്ടു. പെണ്ണായിരുന്നെങ്കിലോ? എന്താ പിന്നെ ഈ സമയത്ത് ചേട്ടൻ മമ്മിയായനെ? ചേട്ടനെയൊക്കെ പെൺവേഷത്ത് ചിന്തിക്കാനേ പറ്റില്ല. ഒരുപാടങ്ങ് തമാശക്കല്ലേ? എന്തായിരുന്നാലും ചേട്ടനല്ലേ ഞങ്ങളുടെ ഒരേ ഒരു ഹീറോ. ഞാനൊക്കെ എന്ത് ഹീറോ? ആ സോമസുന്ദരം വലിയ എന്തെങ്കിലും വർക്ക് തരുമെന്ന് വിചാരിച്ചിട്ട് അയാൾ തരുന്നതുമില്ല. അയ്യോ, അപ്പൊ നിങ്ങൾ ഗുണ്ടയാണെന്ന് പറഞ്ഞ എന്ത് വെറുതെയാണ്? അതുകൊണ്ടല്ലടാ ശേഖരന്റെ കൊട്ടേഷൻ കൊടുത്തത്. എന്തോന്ന് കൊട്ടേഷൻ? ആ ശേഖരന്റെ കൈ കെട്ടിയിട്ട് തവളച്ചാട്ടം ചാടിച്ചു. ഞാൻ കെട്ടടിച്ചപ്പോ പച്ച തെറിയാവൻ വിളിച്ചത്. രാത്രി മുഴുവൻ അവന്റെ കൈ കെട്ടിയിട്ട് തവളച്ചാട്ടം ചാടിച്ചു. കൈ മൊത്തം വീങ്ങി. അതല്ല അണ്ണൻ തന്നെയല്ലേ പറഞ്ഞേ ഗുണ്ടയായി കഴിഞ്ഞാൽ പിന്നെ മുന്നും പിന്നും നോക്കാൻ പാടില്ലെന്ന്. ശരി, അതൊക്കെ പോട്ടെ. വലിയ ഗുണ്ടയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പോവാ? ഡാ, ഒരു ഗുണ്ടയായിട്ട് ഈ ഏരിയയില് മാസായിട്ട് വന്ന് ഒരു വലിയ ആശ്രമം കെട്ടൂടാ. എന്തോന്ന് ആശ്രമം കെട്ടാൻ പോവെന്നോ? ഓരോരുത്തർ ഇവിടെ ഗുണ്ടയായതിനു ശേഷം പിടിച്ചു പറയും പിള്ളേരെ തട്ടിക്കൊണ്ട് പോയി കാശുണ്ടാക്കാനാ നോക്കുന്നേ. അയാളിപ്പോ ആശ്രമം കെട്ടാൻ പോവാന്ന്. ഒന്ന് മിണ്ടായി. അങ്ങനെയല്ലടാ, ഞാൻ ജനിച്ച ഉടനെ എന്റെ പെറ്റ തള്ള അല്പായുസായിട്ട് മരിച്ചുപോയി. അതിനുശേഷം എന്റെ അച്ഛനും എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ വളരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാടാ. വരുന്നവനും പോകുന്നവനും എല്ലാം എന്നെ എടുത്തിട്ട് അടിച്ചു. പിന്നെ ഒരുപാട് പേര് എന്നെ കൊണ്ട് ജോലി ചെയ്യിച്ചു. കമ്പി പഴിപ്പിച്ച് എന്റെ തൊടയിൽ വരെ വെച്ചിട്ടുണ്ടാ. ക്രൂരമായിട്ടുള്ള ശിക്ഷകളായിരുന്നു. എന്റെ മുഖം കണ്ടിട്ട് ഒരുത്തരും ജോലി പോലും തരത്തില്ലായിരുന്നു. നിങ്ങളുടെ മോന്ത എങ്ങനെ ഇരുന്നിട്ടില്ലേ?
എന്തുവാടേ? ഇല്ല ഒന്നുമില്ല ചേട്ടൻ സംസാരിക്കും. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ഒരു വലിയ ഡോണായി മാറുന്നു. എന്നിട്ട് ഡോണായ അതെങ്ങനെ ആകൂടാ? എന്റെ അവസ്ഥ വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടി ഒരു വലിയ ആശ്രമം പണിത് അനാഥരായ കുട്ടികൾക്കെല്ലാം അഭയം കൊടുക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ചേട്ടാ ആ അനാഥാലയത്തിലെ ഈ കുഞ്ഞുങ്ങളെയും കൂടെ ചേർക്കൂ ചേട്ടാ. എന്റെ ആശ്രമത്തിലെ വാച്ച്മാൻ നീ ആയിരിക്കും. എന്താണ് ഇത് ഓരോന്ന് പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കുന്നേ? വാ നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ഞങ്ങൾക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പോലെ ഒരുത്തനോട് കറങ്ങി നടക്കേണ്ട അവസ്ഥ ഉണ്ടാവുമോ? നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തെരുവിൽ അലഞ്ഞടക്കേണ്ട അവസ്ഥ തന്നെ. അതാ ഞാൻ പറയാൻ വന്നേ ചേട്ടാ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. ചേട്ടാ ഇപ്പോഴെന്തിനാ നിങ്ങൾ പഴയ കഥയൊക്കെ പറയുന്നത്? നിങ്ങൾ ആ കത്തിയെടുത്ത് ഈ കേക്കും കട്ട് ചെയ്യുന്നത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാന്നേ. ഞാനെന്താ ഇവിടെ ഫംഗ്ഷൻ വല്ല നടത്തുന്നുണ്ടോ? കാപ്പി ആരാടാ കല്ലെടുത്തെറിഞ്ഞത്? ഇന്ന് മുഴുവൻ കല്ലുകടിയാണല്ലോ. പട്ടിനെ കല്ല് വലിച്ചെറിയുന്ന പോലെയാണല്ലോ അവര് ചേട്ടനെ കല്ല് വലിച്ചെറിയുന്നത്. നിങ്ങൾ അതിന് മാത്രം എന്തോ അവരോട് ചെയ്ത? ഞാൻ ഈ പണി ഈ അടുത്തല്ലേ തുടങ്ങിയത്. ഇനി ഒരു പക്ഷേ കുമാർ വല്ലോ ആയിരിക്കും. അവനെ ഈ കഴിഞ്ഞ ദിവസം വാറ്റിയാലയത്തിന് പോലീസ് പിടിച്ചോണ്ട് പോകണ്ട. പിന്നെ കാട്ടക്കട കേശവോ മറ്റോ ആണോ? അവനവന്റെ ഭാര്യ ഒളിച്ചിരിക്കല്ലേ എന്ന് അട്ടക്കുള്ള അബ്ബാസ് ആയിരിക്കും. അവൻ മുട്ടയടിച്ച് വള്ളനെ പോലെ നടക്കുമല്ലേ? ചേട്ടാ ഏത് റോഡിയാണെങ്കിലും ഞാൻ പോയി നോക്കിട്ട് വരാണ്. ഏതെങ്കിലും പറടാ. വലിയ കുണ്ടയാ. എഴുന്നേറ്റ് നോക്ക് എത്ര വലിയ ഗ്യാങ്ങാ നിൽക്കുന്നത്. ഞാൻ ഇതുവഴി ഓടിയാലോ? ഓടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്നിട്ട് നോക്ക്, അപ്പൊ കാണാലോ. നോക്ക്. നീയായിരുന്നോ? അവിടെ നിൽക്കും, ഇതാ വരുന്നു. ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ? ആ സാറേ ഒരു കുഞ്ഞു കുട്ടിയെ കല്ല് മുഴുവൻ വാരി എറിഞ്ഞ് വൈൻ ഷോപ്പിലുള്ള കുപ്പി എല്ലാം പൊട്ടിച്ചു കേട്ടോ. പെട്ടെന്ന് വരണേ. ഓവർ. ആംബുലൻസ് ആണോ? നൂറ്റിയെട്ടല്ലേ? ഒരു കൊച്ചു പെൺകുട്ടി ഇവിടെ കഴുത്തൊടിഞ്ഞ് കോമാ സ്റ്റേജിൽ കിടപ്പുണ്ട് സാർ. പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് അവൾക്കൊരു കൂസലില്ലാതെ നിൽക്കുക. എന്താ മോളെ ഷൂ ചോദിച്ചോണ്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുകയാണോ നീ? നിങ്ങളല്ല പിന്നെ ചേട്ടാ, ആരെയാ? ഞാനാ ബോർഡിലേക്ക് എറിഞ്ഞത്. ബോർഡിലേക്ക് എറിഞ്ഞോ? എന്താ ആ ബോർഡിൽ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊന്നും അല്ല ചേട്ടാ. പിന്നെ? എന്റെ കട ശരിയാക്കാൻ ഞാൻ കൂട്ടി വെച്ച പൈസ അച്ഛൻ എടുത്തോണ്ട് ഈ വൈൻ ഷോപ്പിൽ കൊടുത്ത് കുടിച്ചു ചേട്ടാ. ഓഹോ, മഴ വന്നാ കടയെല്ലാം ചോർന്നൊലിക്കോ ചേട്ടാ. അത് നിന്റെ തെറ്റ്. അന്ന് തന്നെ നീ എന്റെ ഷൂ നന്നാക്കി തന്നിരുന്നെങ്കിൽ നിന്റെ കട ഞാൻ പുതുക്കി പണിഞ്ഞേനെ. അതുപോട്ടെ നിന്റെ അച്ഛൻ എത്ര രൂപ എടുത്തു? ഒരു 200 ഉണ്ടാവും ചേട്ടാ. എടുത്തു കൊടുക്കടാ. താടാ. അതൊന്നും വേണ്ട ചേട്ടാ. നിങ്ങളെ പോലെ അധ്വാനിക്കാതെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കാറില്ല ചേട്ടാ. ഈ പ്രായത്തിൽ ചേട്ടനായിരുന്നെങ്കിൽ കാശ് മേടിച്ച് ബിരിയാണി അടിച്ചനല്ലേ? നീർക്കാക്കേ ആ കേക്കിലുള്ള കല്ലെടുത്ത് മാറ്റി പാർസൽ ചെയ്ത് ഗോഡൌണിൽ പോയിരിക്കേ. ഞാൻ അങ്ങോട്ട് വരാം. ശരി ചേട്ടാ. നീ പറയുന്നൊക്കെ ഞാനെന്താ അനുസരിക്കുന്നേ? എന്തിനാടാ ഈ കൊച്ചിന് മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്തുന്നത്? ഞാൻ എന്തു പറഞ്ഞാലും നീ കേൾക്കില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? നിനക്കൊരു വിലയില്ലെന്ന് അർത്ഥം. അയ്യോ എനിക്ക് പുല്ല് വിലയാക്കും. ഓടാ. ശരി വേഗം സംസാരിച്ചിട്ട് വാ, അല്ലെങ്കിൽ കഥ തുറക്കത്തില്ല കേട്ടോ. അതിന് നമ്മളെപ്പോഴാ വാതിൽ തുറന്നോർത്തെ? ഡെയിലി പുറത്തല്ലേ കിടക്കാറ്? ആശ്രമത്തിലല്ല, വല്ല ഭ്രാന്താശുപത്രിയും കൊണ്ട് ചേർക്കണം. എന്താ മോളെ ഇന്നെന്റെ പിറന്നാളാ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. ഗോഡ് ബ്ലസ് യു. അല്ല നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ 5ാം ക്ലാസ്സിലാ പഠിക്കുന്നേ. ഈ ഇക്ഷ ഇത്ര ഇജ്ഞ ഇതൊക്കെ അറിയോ? ആ അതെല്ലാം അറിയാം ചേട്ടാ. അതൊക്കെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. ആഹാ, ഇംഗ്ലീഷോ? അതൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം. ഓഹോ. എന്നാ ഈ ജാതകം ഒന്ന് വായിച്ചേ. അതെന്താ ചേട്ടന് വായിക്കാറിയില്ലേ? എനിക്ക് വായിക്കാൻ അറിയാം, പിന്നെ നിന്റെ തന്റെ കാര്യമുണ്ടോ? ചേട്ടന്റെ കൂടെ 2 ചേട്ടന്മാര് വേറെ ഇല്ലേ? അവരെ കൊണ്ട് വായിപ്പിക്കാൻ പാടില്ലായിരുന്നോ? എന്നെ കുറിച്ച് നല്ല വാക്ക് എഴുതിയാലും നശിച്ചു പോകുന്ന രീതിയിൽ അവന്മാര് വായിക്കൂ. വായിട്ടലക്കാതെ വായിക്കേ. ഭരണ നക്ഷത്രത്തിൽ പിറന്ന താങ്കൾക്ക് ഗുണവും ദോഷവും ഒന്നിച്ചായിരിക്കും വരുന്നത്. നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും. അതെ, പോലീസുമായിട്ട് നല്ല സൗഹൃദം. നിങ്ങളുടെ കയ്യിൽ 10 വിരലുകൾ ഉണ്ടാവും. അതിന്റെ ബാക്കിയുള്ളവർക്ക് 8 വിരലേ ഉള്ളൂ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ആ 10 വിരലുകളും നിങ്ങളുടെ ബുദ്ധി വൈഭവം കൊണ്ട് കാര്യപ്രാപ്തിയിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ്. പോയിന്റ് അറിയാതെ വെറുതെ ജോത്സ്യനെ വഴക്ക് പറഞ്ഞു. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ട നിങ്ങൾക്ക് അതിലും വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയരാൻ സാധിക്കുന്നതാണ്. അംബാനിയെ പോലെ ആത്മവിശ്വാസത്തോടെ വന്നവനാ. നീ പറയുന്നതൊക്കെ ശരിയാ. മോള് വായിക്കും, ബാക്കി വായിക്കും. മോള് വായിക്കും. നിങ്ങളും അടയ്ക്കാക്കുരുവിയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ടാവും. അതിന് അടയ്ക്കാൻ ഞാൻ എങ്ങൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ശരിയാണല്ലോ അല്ലേ? ബാക്കി കൂടെ വായിക്കും. എന്താ ഈ കട ഞാൻ പോയിട്ട് ശീലി 2 ദിവസത്തിനകം എന്റെ ഷൂ കിട്ടിയിരിക്കണം.
എന്തോന്ന് നിങ്ങള്? നിങ്ങൾ കാലിടുന്ന ഒരു വസ്തു പ്രകൃതിയാൽ കാണാതെ പോകും. ഇത് അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? ഇത് ആർക്കെങ്കിലും കൊടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? ഇത് രഹസ്യമാ, ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് തന്നെയാ എഴുതിയിരിക്കുന്നേ. എന്നാ പിന്നെ വായിക്കേ. അപ്പൊ പോലീസാണോ? ഞാനെന്താ കാഞ്ചന ശരത് കുമാറോ? പോലീസൊക്കെ ഇട്ടു നടക്കാൻ. അപ്പൊ ചെലങ്കിയായിരിക്കും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. അപ്പോ ഷൂ ആണോ? എടീ ഉരുട്ടുബുദ്ധിക്കാരി, എന്നോട് തന്നെ വേണോ? ഉടായ്പ കാണിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണോ? ഇങ്ങോട്ട് താഴെ ജാതകം. എന്റെ പൊന്നു കൊച്ച എന്റെ ഷൂ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിന്നെ നിന്റെ അച്ഛനെ ഞാൻ കടക്കടുത്ത് കത്തിക്കും. കള്ളി, എന്റെ ബർത്ത്ഡേക്ക് തന്നെ എന്നെ ഏപ്രിൽ ഫുൾ ആക്കാൻ നോക്കുന്നു. ബ്ലഡി ഫുൾ. അച്ഛൻ ഇവിടോട്ടൊരു ഷൂ എടുത്തെറിഞ്ഞായിരുന്നു. ആ ഷൂ എവിടെയാണെന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇതാണോ നോക്കിയേ? ഇതല്ല. കുഴപ്പമില്ല, നീ ഇത് വെച്ചോ. ഇത് ലൈറ്റൊക്കെ കത്തും. ഞാൻ കടയിൽ വന്ന് 5 രൂപ വാങ്ങിച്ചോളാം. താങ്ക്സ് ചേട്ടാ. സിസ്റ്റർ, ഞാനിവിടെ വന്നിട്ട് എത്ര ദിവസമായി? ശരിയാ, അവൻ ഇതിലേ പോയത്. വാ. എന്താ മുതലാളി? വാ ചേട്ടാ. എന്റെ ലക്കി ഷൂ കിട്ടിയോ? അച്ഛനോട് ഞാനത് ചോദിച്ചു നോക്കി ചേട്ടാ. എന്നിട്ടെന്ത് പറഞ്ഞു? അച്ഛനാ ഷൂ മില്ലിന്റെ അടുത്ത് എവിടെയോ കളഞ്ഞു ചേട്ടാ. അവിടെ ചെന്ന് ഞാൻ അന്വേഷിച്ചു നോക്കിയിട്ടും ചേട്ടന്റെ ഷൂ കിട്ടിയില്ല. ഈ ഷൂ ആ എനിക്ക് കിട്ടിയത്. വല്ലവനും ഇട്ട ഷൂ ഞാനിടാനോ? പ്ലീസ് ചേട്ടാ, ഒന്നിട്ട് നോക്ക് ചേട്ടാ. എനിക്ക് വേണ്ടി ഒന്ന് ഇട്ട് നോക്ക് ചേട്ടാ. ഒന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എന്റെ ലക്കി ഷൂ വേണം. എന്റെ സ്വഭാവം മാറും. ഒന്നും പറയണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇവന്റെ മുടി നമുക്ക് കത്തിക്കാം. മുടി കത്തിക്കുന്നു? ഇവന്മാരെ കൊണ്ട് തോറ്റു. പോവാൻ നോക്കടാ. തീ കത്തിക്കാൻ നടക്കുന്നു. ഒന്നിട്ട് നോക്ക് ചേട്ടാ. എന്താ നിന്റെ കൂട്ടുകാരെ കണ്ട് പേടിപ്പിക്കണോ? ഈ ഷൂ ഒന്ന് ഇട്ട് നോക്ക് ചേട്ടാ. ചേട്ടന് പിന്നെ ലക്കായിരിക്കും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്റെ ഷൂ എനിക്ക് വേണം. ഇനി മുതൽ ചേട്ടന്റെ റേഞ്ച് വേറെ ആയിരിക്കും. ഈ ഷൂ ഒന്ന് ഇട്ട് നോക്ക് ചേട്ടാ. സമാധാനം ഇതൊന്ന് ഇട്ട് നോക്ക് ചേട്ടാ. ശരി, നിനക്ക് വേണ്ടി ഒരു തവണ ഞാൻ ഇടാം. കുനിയാനൊന്നും പറ്റുന്നില്ല. ഈ ഷൂ ലേസ് ഒന്ന് കെട്ടിക്കേ. ഞാൻ ഇട്ടോളാം, പോയേ. ഹലോ എടാ ജിമ്മി, കുറെ നാളായിട്ട് വലിയ പണി വേണമെന്ന് പറയൂലായിരുന്നോ? അതെ അതെ. ആ പൂഞ്ഞാറിന്റെ ഗണേശനെ തട്ടിയേക്കാം. എന്തു പറ്റി ചേട്ടാ? നിക്ക്. ഹലോ. അതിന് ഞാൻ വേറെ ആളെ അയച്ചോളാം. നീ പോയി വീട്ടിലേക്ക് കുറച്ച് തക്കാളി വാങ്ങിച്ചു കൊടുക്ക. കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലും കൂടെ വാങ്ങിച്ചോ. ചേട്ടാ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നേ? ആ ഷൂ ഒന്ന് ഇട് ചേട്ടാ. നോക്കാം. ഹലോ. എടാ ജിമ്മി, അവ ശരിയാവില്ലെന്ന് തോന്നുന്നു. എന്തായാലും നിന്റെ സമയം നല്ലതാടാ. നീ തന്നെ അങ്ങ് തട്ടിയാ മതി അവനെ. ഇന്ന് മുതൽ നീ ശരിക്കൊരു ഗുണ്ടയാ. ഞാൻ ഇന്ന് മുതൽ ഗുണ്ടയോ? അതേടാ, ഇന്ന് മുതൽ പൂഞ്ഞാറ് നിന്റെയാ. എന്തെങ്കിലും ലക്കിന് കിട്ടിയോ ചേട്ടാ? അല്ല, ഈ ഷൂ എവിടുന്ന് എടുത്തെന്നാ പറഞ്ഞേ? ആ മില്ലിന്റെ അവിടെ നിന്ന് കിട്ടിയതാ. ഇനിയിപ്പോ ഈ ഷൂ ആണോ എന്റെ തലവരെ മാറ്റിയത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ, വളരെ നന്ദി.
മല്ലിയും തക്കാളി കറിവേപ്പിലയും വാങ്ങി നടന്ന എന്നെ ഈ ഷൂ വലിയൊരു ഗുണ്ടയാക്കി മാറ്റി. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നീയും നന്നായിരിക്കും, നിന്റെ മോളും നന്നായിരിക്കും. എന്നെ വിശ്വസിച്ച് അയക്കേ. നീ സെറ്റിൽ ആയെന്ന് വിചാരിച്ചോ? തന്നെ വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ ദേ വന്ന്. പ്രിയ പെട്ടെന്ന് ഒരുങ്ങ, നമുക്ക് പോവാം. എങ്ങോട്ടാ അച്ഛാ പോന്നേ? നമുക്ക് കട വെക്കാൻ ബാങ്കിൽ ലോൺ കിട്ടും. പെട്ടെന്ന് വാ, പോവാം. അച്ഛാ എത്ര രൂപ കിട്ടും അച്ഛാ? ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല, പെട്ടെന്ന് റെഡിയാവ്. അവളുടെ ഒരു ചോദ്യം. നല്ല ഉടുപ്പിട്ടോണ്ട് വാ, പെട്ടെന്ന് വേണം. വേഗം വാ ഇങ്ങോട്ട്. മുത്തശ്ശി ഞാൻ ബാങ്കിൽ പോയിട്ട് ഉടനെ വരാം. ടാറ്റാ ബൈ. സംസാരിച്ചോണ്ട് കേറി ഇരിക്കാൻ നോക്ക്. ടാറ്റാ മുത്തശ്ശി, വീടൊന്ന് നോക്കിയേക്കണേ. അച്ഛാ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിച്ചിട്ട് നമ്മുടെ കടയ്ക്ക് പുതിയ പെയിന്റ് അടിക്കണം. ചേട്ടാ ഈ ഓട്ടോയ്ക്ക് എത്രയാ ചേട്ടാ? അതിപ്പോ ഒരു 1.5 ലക്ഷം രൂപ ആകും മക്കളെ. പ്രിയേ മിണ്ടായിരിക്കും. ഞാൻ ഇനി എന്താ ഓട്ടോയും കൂടെ ഓടിക്കാൻ പോണം. കണ്ടില്ലടാ ഇങ്ങനെ ഇടിച്ചു കയറ്റാൻ. ബോധമുണ്ടോടാ നിനക്ക്? വണ്ടി എടുത്തോളൂ, പോടാ. വണ്ടി എടുക്കണോ? അച്ഛാ ഇത് കണ്ടിട്ട് ബാങ്ക് പോലെ തോന്നുന്നില്ലല്ലോ. ഇത് കണ്ടിട്ട് പ്രേത വീട് പോലെ ഉണ്ട്. നീ അധികം ഒന്നും സംസാരിക്കണ്ട, മിണ്ടാതെ മര്യാദയ്ക്ക് വാ. അച്ഛന്റെ കൈ വിറയ്ക്കണില്ലേ? വാ ഇങ്ങോട്ട്. അച്ഛാ ഇവരെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഓഫീസറോട് അങ്ങനെ പറയാൻ പാടില്ല, മിണ്ടായിരിക്കേ. നമസ്കാരം സാർ. അച്ഛാ അച്ഛാ ഇത് ശരിക്കും കാശ് അച്ഛാ. അച്ഛാ നമ്മുടെ കട വലുതാക്കാൻ പറ്റുമോ അച്ഛാ? അച്ഛാ അങ്ങൾ നമുക്ക് കാശ് തരുവാ. ഒരുപാട് കാശുണ്ടല്ലോ അച്ഛാ ഇത്. അച്ഛൻ പറഞ്ഞാൽ ഇത് ബാങ്ക് തന്നെ അച്ഛാ. നമ്മുടെ കടയിലേക്ക് ഇഷ്ടമുള്ളൊക്കെ മേടിക്കാം അച്ഛാ. അച്ഛാ വേഗം വാ അച്ഛാ, നമുക്ക് കടയിലേക്കുള്ള പെയിന്റ് വാങ്ങിക്കാം അച്ഛാ. പിന്നെ മഴയ്ക്ക് മുമ്പ് നമുക്ക് ഷീറ്റ് ഇടാം. കൂടെ തന്നെ നമുക്ക് ദൈവത്തിന്റെ പടവും വാങ്ങിക്കാം. സോറി ചേട്ടാ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചതാ. അച്ഛാ നമുക്ക് പോവാ അച്ഛാ. ചേട്ടാ ഇത് മാസം മാസം അടയ്ക്കണോ ഡെയിലി അടയ്ക്കണോ? അച്ഛാ അച്ഛാ മിന്നലടിക്കും അച്ഛാ, മഴ വരാൻ പോവാ. ഞാൻ കവർ മേടിച്ചോണ്ട് വരാം അച്ഛാ. ചേട്ടാ എന്തെങ്കിലും കവർ തന്നെ ചേട്ടാ. കാശ് മഴയത്ത് നനഞ്ഞു പോവും. അച്ഛാ അച്ഛാ നിക്കച്ചാ, ഞാൻ കവർ മേടിച്ചോണ്ട് വരാം. അച്ഛാ നിക്കച്ചാ. ആ ആ അച്ഛൻ ദാ തിരിച്ചു പോകും.
ചേട്ടാ ചേട്ടാ എന്നെ വിട്ടേക്ക് ചേട്ടാ. അച്ഛൻ ആ കാശ് കൊണ്ട് മൊത്തം കുടിച്ചിട്ടായിരിക്കും വരുന്നേ. പിന്നെ നിങ്ങളുടെ ലോൺ അടയ്ക്കാൻ പറ്റില്ല ചേട്ടാ. ചേട്ടാ എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ എന്നെ വിട്ടേക്ക്. നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് പേടിയാന്ന് ചേട്ടാ, എന്നെ വിട്ടേക്ക് ചേട്ടാ. എന്തോന്നാടാ ഇത്? കുറെ നേരമായിട്ട് കിടന്ന് നോക്കുന്നല്ലോ. ആ പറഞ്ഞോ പറഞ്ഞോ. നിങ്ങളുടെ റേഞ്ചിന് പറ്റിയൊന്നുമില്ല. ആ വന്നാ ഞാൻ പറയാം. വന്നാ പഴയതൊന്നും അയച്ചിക്കാന്നേ. ആ ശരി ശരി ശരി. ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് കാശും കൊടുക്കണം, പിന്നെ പ്രത്യേക ഫീസും കൊടുക്കണം. ചേട്ടാ 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 ഇറങ്ങി ചേട്ടാ. അങ്ങേര് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തി. കിട്ടിയതെല്ലാം കൂടെ മോന്തിട്ട് കിടന്ന് ഉറങ്ങുമല്ലേ? ഇറങ്ങടാ. ദൈവത്തിന്റെ പടം ഇവിടെ ഉണ്ട്. ഇവിടെ കർപ്പൂരം കത്തിക്കാം. നീ എന്ത് ചമ്മന്തിയാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. ആയി വെക്കാൻ പറ്റാത്ത ഓരോന്ന് ഉണ്ടാക്കി വെക്കും. എന്താണ് ഇത്ര കുഴപ്പം? ഭാര്യമാരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യലടാ. രസത്തിലെ വല്ല വിഷവും കലക്കി തരും. ചേട്ടാ നിങ്ങൾ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഇങ്ങോട്ട് വാ, പൂജ ചെയ്യേണ്ട സമയം തുടങ്ങി. ഈ ഏരിയയിൽ ചമ്മന്തിയൊക്കെ വലിച്ചെറിയുന്നേ. ആ നീ കത്തിക്ക്. കൊട്ടേഷൻ കൊട്ടേഷൻ. ആദ്യത്തെ കൊട്ടേഷൻ എന്റെ ചേട്ടന്റെ കൊട്ടേഷൻ. വെട്ടുന്ന കൈയും കാലും ഒക്കെ 2 പീസായി പോകണം. ഈ കൊട്ടേഷന് ശേഷം എന്റെ അണ്ണ നല്ല ട്രെൻഡ് ആവണം. ഈശ്വര ആയുധം എടുക്കടാ. പിടയ്ക്കുന്നത് നീയൊക്കെ കണ്ടോ? എപ്പോഴാവും വരുന്നേ? അവൻ നടക്കാൻ പോകുന്ന സമയം ഇപ്പോഴാ. ഇപ്പൊ വരും കണ്ടോ. ഇത്രയും നേരമായിട്ടും അവനെ കാണുന്നില്ലല്ലോ. പാട്ടികട തന്നെ കൊറയാ. പേടിയാണെങ്കിൽ നീയൊക്കെ എന്തിനാടാ ജോലിക്ക് വരുന്നേ? അവൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞെടുത്ത് ബാഗ് വെച്ചിട്ട് പോടാ. അവന്റെ ശ്രദ്ധ മൊത്തം ഫോണിലാ. വെട്ടാൻ പറ്റിയ സമയം. ആ വാടാ വാടാ വാടാ. വേഗം വാ വേഗം വാ വാടാ. നിന്റെ മരണം എന്റെ കൈ കൊണ്ടാടാ. ആരാത്? നമ്മൾ ചെയ്യേണ്ട പണി അവൻ ചെയ്യുന്നു. അയ്യോ ഞാനെങ്ങനെ ഇവിടെ എത്തി? ഗണേശനെ ആരോ കൊന്നടാ. ഈ ഏരിയയിലേക്ക് നമ്മൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് നിങ്ങൾ ഗണേശനെ കൊന്നോ? ഇറങ്ങിയേട്ടാ. ഇല്ലടാ, ആരെ കൊന്നു? ഇറങ്ങിയേട്ടാ. പോയേ. അവന്റെ ഏരിയയിൽ ഇപ്പോഴാ നമ്മൾ വന്നേ. ഇതെന്താ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ ചമ്മന്തിയാടി ഇത്? ഒട്ടും കൊള്ളത്തില്ല. ഒന്നും ഒരു വകയ്ക്കും കൊള്ളത്തില്ല. നേരത്തെ നടന്നതുപോലെ തോന്നുന്നല്ലോ. ചേട്ടാ ഒന്ന് പെട്ടെന്ന് വാ, പൂജ ചെയ്തിട്ട് പണി തുടങ്ങാം. അതല്ലടാ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. കർപ്പൂരം ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കടാ. കൊട്ടേഷൻ കൊട്ടേഷൻ. ആദ്യത്തെ കൊട്ടേഷൻ എന്റെ ചേട്ടൻ വെട്ടുന്ന കൈയും കാലും ഒക്കെ 2 തുണ്ടായി പോണം. അതിനുശേഷം എന്റെ അണ്ണൻ ട്രെൻഡ് ആവണം. എടുത്തു കേട്ടോ. തൊട്ട് തൊഴു ചേട്ടാ. തുടങ്ങിയോ? അയ്യോ ഇങ്ങനെ എന്ത് പറ്റിയത്? ഇതെന്താ പറ്റിയത്? എന്തോ ചേട്ടാ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഒന്ന് പെട്ടെന്ന് ചെല്ല്. അല്ലാതെ അവിടെ ചെല്ല് ചെല്ല് ചെല്ല്. പോയി ഞങ്ങൾ പോ ചെല്ല്. ചേട്ടാ ഈ ഒരു കൊലയ്ക്ക് ശേഷം നിങ്ങൾ ഈ ഏരിയയിലെ കിങ് തന്നെ ആകാൻ പോവാ. നിന്റെ കൈ ചുമ്മാ ഇരിക്കത്തില്ലല്ലേ? ആ ഗണേശൻ എന്തായാലും എന്റെ കൈ കൊണ്ട് ചാവില്ല. നീ നോക്കിക്കോ, അവനൊരു നീല കളർ ഷർട്ടിട്ടുണ്ട് വരും. പേടിയാണെങ്കിൽ നീയൊക്കെ എന്തിനാടാ ജോലിക്ക് വരുന്നേ? അതേണോ വരുന്നു. ഞാൻ പറഞ്ഞെടുത്ത് ബാഗ് വെച്ചിട്ട് പോടാ. നോക്കിക്കോ, ഇപ്പൊ കാറിന് ഓടി ഒന്ന് വിട്ടു അവനെ. ശരി. ഞാൻ പറഞ്ഞില്ലേ
വണ്ടി എടുക്കാം. റെഡിയായി, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. വരുവാടാ. ടോർച്ച് എടുത്തോണ്ട് വാ. എന്താ പെട്ടെന്നൊരു പവർ കട്ട്? ചേട്ടാ ആ കൊച്ചിനെ കാണുന്നില്ല. പോയി നോക്കണേ. നോക്കാം. ശേഖരേ അങ്ങോട്ട് നോക്കണ. ശരിയണ്ണ നീ അങ്ങോട്ട് പോ. ആ ഭാഗത്ത് പോയി നോക്കണ. കുമാരേ ആ പെൺകുട്ടി പുറത്തുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയോ? ഇല്ല ഏട്ടാ, പുറത്തോട്ടൊന്നും പോയിട്ടില്ല. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. പോയി അപ്പുറത്തേക്ക് ഉണ്ടോ നോക്ക്. പോ. അത് മിഷനാടാ.
യവന്മാരൊക്കെ ഇത് എവിടെ പോയി കിടക്കാം? എന്തുവാടാ എത്ര നേരമായി ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ട്? അല്ലെങ്കിൽ 4 പേര് വെയിറ്റിംഗാ. അതെ, വന്ന പെൺകൊച്ചു എവിടെ ഒളിച്ചിരിക്കുക. വാചേട്ടാ, എന്തുവാടാ നീയൊക്കെ ഒളിച്ചു കളിക്കുവാണോ? ചെക്ക് പോസ്റ്റിൽ ആള് മാറി കഴിഞ്ഞാ പിന്നെ എല്ലാത്തിന്റെ കഥ അതോടെ കഴിയും. വെളുക്കുന്നതിന് മുമ്പ് സിറ്റി കടന്നു പോകണം. അറിയില്ല നിനക്ക്? മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എങ്ങനെയാ നിന്റെ മോഹത്തെ വീർത്തിരിക്കുന്നേ? അല്ലെങ്കിൽ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കേണ്ടതല്ലേ? അല്ലടാ, ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പേ നടന്നതുപോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് പോലും കഴിഞ്ഞ ആഴ്ച ചേട്ടനെ ആരോ കൊന്നായിട്ട് കരുതി. എന്താ അങ്ങനെ നടന്നോ? നല്ല കരിവീട്ടി പോലെ ഇപ്പോഴും ഗുമ്മായിട്ടിരിക്കല്ലേ? യവന്മാരോട് പറഞ്ഞ് എന്നെ വേണം തല്ലാൻ മരമാക്രികൾ. നീ ഇപ്പൊ ഇതാരാ വിളിക്കുന്നത്? ചേട്ടനാ വിളിക്കുന്നത്. ഹലോ, പറഞ്ഞ പോലെ തന്നെ നീ ചെയ്തല്ലോ. ഇനി മുതൽ നീ ഒരു ഗുണ്ടയാടാ. താങ്ക് യു ഏട്ടാ, താങ്ക് യു, താങ്ക് യു. പോകുന്ന പോകോട്ട് ചെറിയ പണി ചെയ്തു, അതൊന്നും വലിയ കാര്യമില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഏട്ടാ, താങ്ക് യു. ഓക്കെ ചേട്ടാ, ഓക്കെ. ഈ ഷൂ വന്ന നേരം കൊള്ളാടാ. അയാൾ എന്നെ അങ്ങ് പുകഴ്ത്തല്ലേ. അയാളുടെ പുകഴത്തിലൊക്കെ കൊണ്ടുപോയി പൊട്ടക്കേണ്ടിയതാ. വല്ലവരും അല്ല തട്ടിയത്. എന്നിട്ട് നീ തട്ടിയത് പോലെ അതല്ല ബിൽഡപ്പ് ഒക്കെ. ആര് തട്ടിയാലും എനിക്കെന്താടാ? പക്ഷെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണല്ലോ. എനിക്ക് സന്തോഷം കൊണ്ട് മുള്ളാൻ മുട്ടുന്നു. നീ വണ്ടി ഒന്ന് ഒതുക്കി. എടാ, കുറെ നേരമായിട്ട് അടക്കി പിടിച്ചിരിക്കുക. വണ്ടി കൊണ്ടുവാ. പുല്ലിനകത്ത് കിടന്നതാ. മൂത്രമൊഴിക്കാൻ തന്നെയല്ലേ പോയത്? അതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് തനിക്ക് ഈ ബാഗ് കിട്ടിയത് എന്താന്ന്? ഞാൻ തുറന്നു നോക്കട്ടെ, തുറന്നാലേ അറിയാൻ പറ്റും എന്താന്ന്. ചേട്ടാ, പേടിയാണെങ്കിൽ നീയൊക്കെ എന്തിനാടാ ജോലിക്ക് വരുന്നേ? ഞാൻ പറഞ്ഞിടത്ത് ബാഗ് വെച്ചിട്ട് പോടാ. എടാ, ഈ ഷൂ ഇട്ടതിന് ശേഷം വലിയ ഡോണായി, വലിയ പണക്കാരനുമായി. ഇതിനെല്ലാം കാരണം ആ പെങ്കൊച്ചാടാ. ചേട്ടാ, ചേട്ടാ. ആ പെങ്കൊച്ചിന് നമ്മൾ വാക്ക് കൊടുത്ത പോലെ അവളുടെ ചെറിയ കട നമുക്ക് വലുതാക്കി കൊടുക്കണം. ശരിയല്ലേ? ഇത്ര മതിയാവല്ലോ ചേട്ടാ. ഇതെന്താ പലചരക്കട കൊടുക്കാനാണോ? ആ കൊച്ചു കാരണമല്ലേ നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടിയത്. അപ്പൊ 3-4 കെട്ടെടുത്ത് ഒരുമിച്ച് കൊടുക്കുന്നേ. എന്താ ഇതെങ്ങനെയുണ്ട്? ഇത് മതിയാവല്ലോ. സൂപ്പർ. ആ കൊച്ചിന്റെ വീട്ടിലേക്ക് ചേട്ടാ, ചേട്ടാ, ചേട്ടാ. നീ എവിടാ? അച്ഛനെ അവരൊക്കെ ചേർന്ന് അടിക്കാൻ പോണേ. അയ്യോ,
ഇങ്ങോട്ട് വാടി. ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നെ വെറുതെ വിട്ടേക്ക് ചേട്ടാ. എന്നെ വെറുതെ വിട്ടേ ചേട്ടാ. എന്നെ വെറുതെ വിട്ടേക്ക് ചേട്ടാ. എന്നെ വെറുതെ വിട്ടേക്ക് ചേട്ടാ. ചേട്ടാ എന്നെ കൊണ്ടുപോലെ ചേട്ടാ. ചേട്ടാ എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛാ. കേറി വാടി. എന്തിനാണ് കിടന്ന് ചിലക്കുന്നേ? അത് ഓടി പോ. ഇവിടെ ഇങ്ങോട്ട് മിണ്ടാതിരിക്കാൻ ഇരിക്കണേ ഇവിടെ ഇരിക്കാൻ വാടക്കടി വാടക്കാൻ മിണ്ടാതിരിക്കാൻ പറയടി മിണ്ടാതിരിക്കാൻ പറയാൻ പറയടി പറയാനല്ലേ പറഞ്ഞ പറയടി മിണ്ടാതിരിക്കാൻ പറയടി പറയാനല്ലേ പറഞ്ഞേ. എങ്ങനെയൊക്കെ കാണിക്കില്ലേ? കരയാതെ പോവാ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേടി പറയടി. ഒറ്റ ഒരെണ്ണത്തിന്റെ ശബ്ദം ഇവിടെ കേട്ടു പോരുത്. ആരുടെയെങ്കിലും ശബ്ദം ഇവിടെ കേട്ടാ കൊന്നുകളെ ഞാൻ. എന്താണ് നിനക്ക് നെളിപ്പ്? മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞേ? ഏതെങ്കിലും ഒരുത്തിയുടെ ശബ്ദം ഇവിടെ കേട്ടാ എല്ലാത്തിനും കൊന്നുകളെ ആണോ? ചേച്ചി ഇവര് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ചേച്ചി എനിക്ക് പേടിയാവുന്നു.
ഇവിടെ പോയായിരുന്നു. ആ ലൈറ്റ് എത്തുന്ന ഷൂ ആണോ? ചെരുപ്പ് വയ്ക്കുന്നില്ലേ ആ പെങ്കൊച്ച് പ്രിയ, അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ കട എവിടെയാ ഉള്ളത്? മെയിൻ റോഡിലെ രാജനഗറിലാണ് ഉള്ളത്, പോയി നോക്ക്. സെൽവി, 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 ഇവിടുത്തെ എവിടെ പോയി? സെൽവി, എടീ സെൽവി, നിന്നെ തന്നെയാ. ആ ചെവിയിലിരിക്കുന്ന കുന്തറ എടുത്ത് മാറ്റ്. എന്താടാ എത്ര നേരം വിളിക്കുന്നത്? എന്റെ ചാർജർ നീ എവിടെ വെച്ചേ? ടിവിയുടെ മേളിൽ അങ്ങനെ ഉണ്ടോ നോക്ക്. എല്ലായിടത്തും കൊണ്ട് വെച്ചിട്ട്. ചേച്ചി, ചേച്ചിയുടെ പേര് സെൽവി എന്നാണോ? എന്റെ അമ്മയുടെ പേര് സെൽവി എന്നാ. ആകത്ത് പൊടി. ചേച്ചി, അതിന്റെ അമ്മയുടെ പേര്. ചേച്ചി ആ പേര് മാറ്റണം ചേച്ചി. ആകത്ത് പോകാനല്ലേ പറഞ്ഞേ? ചേച്ചി, അതിന്റെ അമ്മയുടെ പേര്. അത് മാറ്റാൻ പറ. നിങ്ങൾ ആ പേര് മാറ്റി ചേച്ചി. ചേച്ചി, അതിന്റെ അമ്മയുടെ പേരാ, അത് മാറ്റാൻ പറ ചേച്ചി. എന്റെ അമ്മയുടെ പേരും വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ ചേച്ചി? അവരോട് ആ പേര് മാറ്റാൻ പറ ചേച്ചി. പറയുന്ന കേക്ക്. മുത്തശ്ശി, ഈ ചെരുപ്പിട ഒരു കുട്ടി ഉണ്ടെന്നില്ലേ, അതെവിടെ പോയി? ആ കുഞ്ഞിന് 3 ദിവസമായിട്ട് കാണുന്നില്ല. അതിനെ എവിടെയോ കൊണ്ടുപോയി വിറ്റെന്നാ തോന്നുന്നത്. കയ്യിൽ ഒരുപാട് കാശുമായിട്ടാണ് തിരിച്ചു വന്നത്. ആ ബ്രോക്കറുടെ കൂടെ കൂടി ആ കുഞ്ഞിനെ എവിടെയോ കൊണ്ടുപോയി വിറ്റെന്നാ എനിക്ക് തോന്നുന്നത്. എടുത്തോ. നിനക്ക് ഉടുപ്പ് കിട്ടിയില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കാൻ നോക്ക്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അമ്മമാര് വെറുതെ വിടില്ല. ചേട്ടാ വേണ്ട ചേട്ടാ. പറഞ്ഞ കേക്കല്ലേ? അയ്യോ വീട് ചേട്ടാ. ചേച്ചി, 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 ചേച്ചിന് എന്താ ചെയ്യാൻ പോകുന്നേ? ചേച്ചിനെ വിട്. എനിക്കിത് ചേച്ചിനെ കാണണം. ചേച്ചി അങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നേ? ചേച്ചി പാവാ, ചേച്ചിനെ പുറത്തേക്ക് വിട്. ചേച്ചി, ചേച്ചി, അകത്ത് വെച്ചവരെന്താ ചേച്ചിനെ ചെയ്തേ? ചേച്ചി, നമ്മളൊക്കെ കൊച്ചുകുട്ടികളല്ലേ, നമ്മളെ എന്തെങ്കിലും ചെയ്യോ ചേച്ചി? നീ ചോരയില്ലാത്ത ഈ നായ്ക്കൾ ഒരു പെണ്ണിന്റെ പ്രതിമ കിട്ടിയ പോലും വെറുതെ വിടില്ല മോളെ. കരയല്ലേ ചേച്ചി, കരയല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കൊച്ചു കഥ പറയട്ടെ. ഒരു കാട്ടില് 10 പോത്തുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പുലി വന്ന് അവരെ എങ്ങനെയെങ്കിലും പിടിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ആ 10 പോത്തുകളും ഒരുമിച്ച് നിന്ന് ആ പുലിയെ ഇടിച്ചോടിച്ചു. ഇപ്പൊ നമുക്ക് അതുപോലെ ഇവിടെ ചെയ്താലോ ചേച്ചി? അത് നമ്മളെ കൊണ്ട് പറ്റില്ല. എന്താ ചേച്ചി? എന്റെ കൂടെ വാ. ഇതേതാ സ്ഥലം അറിയോ നിനക്ക്? ഇത് ഫാൻ തൂക്കുന്ന സ്ഥലമല്ലേ? ഇവിടെ ഫാനും തൂക്കും, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ കെട്ടിത്തൂക്കുകയും ചെയ്യും. ഇതിനു മുമ്പ് ഒരു പെണ്ണ് രക്ഷപ്പെടാൻ നോക്കിയതാ. ആ പെണ്ണിനെ ഇവിടെ വെച്ചാ തൂക്കിക്കൊന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് ഒരു വിചാരവും വേണ്ട. മനസ്സിലായോ? വാ. പ്രിയ, നിന്നോട് വരാനല്ലേ പറഞ്ഞേ?
ഏലഗിരി മലയിലെ നിലാവൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അയ്യോ, ഒരു ദിവസം ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ആ സമയം പെട്ടെന്നൊരു വലിയ മഴ പെയ്തു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി പോവുമായിരുന്നു. പെട്ടെന്ന് ആരോ എന്റെ കഴുത്തിൽ ഒരു കത്തി വെച്ചു. തൊട്ടപ്പുറത്ത് 2 പോലീസുകാർ നിപ്പുണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയി. എവിടെന്നറിയില്ല, പെട്ടെന്ന് ആരോ അയാളെ വെടിവെച്ച് വീഴ്ത്തി. ഞാൻ പേടിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. അല്ല, നിങ്ങളെന്താ ചിരിക്കാത്തേ? എന്തിനാ ചിരിക്കുന്നേ? അല്ല, ഞാൻ സ്കൂളിൽ പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചല്ലോ. നീ പറയണ നുണയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. അയ്യോ, ഞാൻ പറഞ്ഞത് കള്ളവല്ല ചേച്ചി, സത്യവാ. ഒന്ന് വിശ്വസിക്ക്. ഇപ്പൊ നമ്മൾ അതേപോലെ ആരെയും രക്ഷിക്കാൻ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ശരിയാണല്ലേ? സാർ, അയ്യോ, അടിക്കല്ലേ സാർ, അടിക്കല്ലേ സാർ. കുട്ടി എവിടെയാണെന്ന് പറയടാ. ഏലഗിരി മലയില് നിലാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താ സാർ ഉള്ളത്. ബാക്കിയൊന്നും എനിക്ക് അറിയില്ല സാർ. സാർ, അയ്യോ. രക്ഷപ്പെട്ടു പോ, ഇവിടെ നിൽക്കണ്ട. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ, എഴുന്നേറ്റ് പോവില്ല. പ്രിയ, രക്ഷപ്പെടാൻ. അവിടെ തൂങ്ങി മരിച്ച കൊച്ച് പ്രേതമായിട്ട് വന്നു. ആ തൂങ്ങി മരിച്ച പെണ്ണ് എന്നോട് ഇപ്പൊ സംസാരിച്ചു. എനിക്ക് പോണം. നമുക്ക് പോവാൻ ചേച്ചി. ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് പോവാം. അത് തന്നെ നമ്മളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഇല്ലില്ല, ഞാൻ രക്ഷപ്പെട്ട് പോവാൻ പോവാ. തോന്നിയതായിരിക്കും. എടി നിക്കടി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര നാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും? എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞല്ലേ, എങ്ങോട്ടാ നീ രക്ഷപ്പെട്ടു പോന്നേ? ഏയ്, എന്താ പറ്റിയേ? രാജ, ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുകടാ. പിന്നെന്തിനാ അവിടെ നിൽക്കുന്നേ? പുറത്തെന്റെ പേരിൽ കേസുള്ളതല്ലേ. ഈ പണം എന്ന് പറയുന്നത് പാമ്പാണ്. അത് ശരി, ഈ വേവുന്നവനില്ലേ, ഇവൻ ആരാന്നറിയോ? ഊർക്കനല്ലേ? ഒന്ന് പോടാ, ശംഖു വരാനാടാ. ഇതിനെ അങ്ങോട്ടെടുത്ത് കഷ്ണം കഷ്ണമാക്കി പെപ്പറും ഉപ്പും ഒക്കെ ഇട്ടെടുത്താ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാവോ? കൊറോണ വന്നിരിക്കും. ഒന്ന് പോടാ, നല്ല കിക്കായിരിക്കും. അയ്യോ പാമ്പ്, പാമ്പ്, അയ്യോ പാമ്പ്, പാമ്പ്. കുറച്ചുകളായിട്ട് നമ്മൾ ഒരുത്തെ കളിപ്പിച്ചില്ലേ ചേര, അവനാണെന്നാ തോന്നുന്നു. നീ മസാല റെഡിയാക്കി വെക്ക്, ഞാൻ അവനെ പൊക്കിക്കൊണ്ടുവരാം. അയ്യോ ചേട്ടാ, പാമ്പ്, ആരെങ്കിലും വരണേ. പാമ്പിനെ പിടിക്കാൻ പറഞ്ഞതേ ഞാനാ. അകത്ത് പോയി അവന്റെ ഷോ കണ്ടില്ലേ?
അവിടെ അകത്ത് എന്താണ് പരിപാടി? ദിനേശ, എന്ത് പറ്റിയടാ ദിനേശ? ദിനേശ, പാമ്പ് എവിടെ? എവിടെ പാമ്പ്? മോനെ വാടാ പുറത്ത്. എന്താണീ എല്ലാത്തിന്റെയും മുഖത്തൊരു കള്ള ലക്ഷണം? അതിരിക്കട്ടെ, ആ പീക്രി പെണ്ണ് എവിടെ? ഏയ് ചോദിച്ചാട്ടില്ലേ ആ പീക്രി പെണ്ണ് എവിടെ? ആ കൊച്ചു പെണ്ണ്. ഏയ് നിന്നോടൊക്കെ തന്നെ ചോദിക്കുന്നത്. പറയടി, മര്യാദക്ക് പറയാ. എന്താടി നിന്റെ നാം ഇറങ്ങി പോയെ? പറയടി. ദിനേശ, എഴുന്നേക്കടാ. എടാ എടാ എന്ത് പറ്റി ദിനേശ? എഴുന്നേക്ക് ദിനേശ. നീയൊരു
പോകാൻ പാടില്ല. പോയി നോക്കണം, വേഗം പോ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. എടി അവരെല്ലാം ആ ഭാഗത്തോട്ടാ പോയി. ഏത് ഭാഗത്തോട്ടാ? വേഗം വേഗം പോ. ചേട്ടാ, ദാ ചെടിയൊക്കെ ചാഞ്ഞു കിടക്കുന്നു. വാടാ, ഇവിടുത്തെ വെച്ചേക്കുന്നത്. വാടാ. ഈ വഴിയായിരിക്കും അവർ പോയിരിക്കുന്നത്. അവിടെ പോയി നോക്കണം. ഇതൊക്കെ ഒരു ജീവിതമാണോടാ? എന്തു കേട്ടാ? സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ അവൻ എങ്ങനെ മനസ്സ് വന്നടാ? കഴിവേറി മോൻ. കുഞ്ഞിനെ വിറ്റവനെയും കൊല്ലണം, വാങ്ങുന്നവനെയും കൊല്ലണം. അവനെയൊന്നും വിടാൻ പാടില്ല ഏട്ടാ. ഈ വഴി വാ. അവൻ പുറകെ ഉണ്ട്. വേഗം വാ. വേഗം പോ. എടി പെട്ടെന്ന് വാടി. പെട്ടെന്ന് വാ. പെട്ടെന്ന് വാ. ഇതുവഴി പൊക്കോ. നിങ്ങൾ ആ വഴി പൊക്കോ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ചേട്ടാ. അവിടെ ആരെ വീഴ കറണ്ട് വെച്ചിരിക്കുക. ഷോക്ക് അടിച്ച് ചാവും. നീ ഇതുവഴി പൊക്കോ. ശരിയാണോ? ഓട്. പെട്ടെന്ന് ഓട്. പെട്ടെന്ന് പോടി. ആ കുഞ്ഞിനെ കിട്ടിയാൽ ഉടനെ വേറെ ഒന്നും ആലോചിക്കാതെ നമുക്ക് കൊണ്ട് വളർത്തണം. അതേണ്ണ എനിക്ക് ഒരു അനിയത്തി കുട്ടി കിട്ടിയ പോലെ ആവുമല്ലോ. നേരെ നോക്കി ഓടിക്കടാ അവന്റെ ഒരു അനിയത്തി കുട്ടി. എല്ലാത്തിനും വിളിക്കേ. ചാകടി. ഇവിടെ കിടന്ന് തന്നെ ചാകെ. വെളിക്കടി എല്ലാത്തിനും. എവിടെയാണ് വിളിച്ചിരിക്കുന്നത്? പാടു ഗിരി അത് രക്ഷിക്കണേ. ഞങ്ങളുടെ ചേച്ചിനെ നീ ചവിട്ടുമല്ലേ? നിന്റെ കാലിൽ നടുക്കുകടാ. ഇടിക്കാതെ. ഇടിക്ക്. ഓടിക്കോ ചേച്ചി, ഓടിക്കോ. എല്ലാരും ഓടിക്കോ.
ചേച്ചി ഒന്ന് എഴുന്നേക്ക് ചേച്ചി. ചേച്ചി ഒന്ന് കണ്ണു തുറക്ക് ചേച്ചി. ഇത് ക്യാമറയാണെന്ന് തോന്നുന്നു. നമ്മളെ അന്വേഷിക്കുകയായിരുന്നു. സൂക്ഷിച്ചു വാ, വേഗം വാ, എല്ലാരും വേഗം വാ, വേഗം വാ. എടാ, അത് വെടി ശബ്ദമല്ലേ? വണ്ടി നിർത്ത്. നമുക്ക് ഈ വഴി പോവാ. ശരി ശരി പോ. ഇവിടുന്ന വെടി വെച്ച കേൾക്കുന്നേ. ചേട്ടാ ആരെന്നറിയില്ല. വേഗം വാ. നിങ്ങൾ ആരാ? പ്രിയ? പ്രിയ പ്രിയ അവിടെ ഇവിടെ ചേട്ടാ. പ്രിയ 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 നമ്മളൊക്കെ കൊച്ചുകുട്ടികളല്ലേ ചേച്ചി, എന്നെ അവരെന്തെങ്കിലും ചെയ്യോ? നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രിയാണെന്ന് പോയി നോക്കി. ശബ്ദം കേൾക്കുന്നുണ്ട്. അയ്യോ, പ്രിയക്ക് പറ്റി? ചേട്ടാ, പ്രിയാണോ? പ്രിയയുടെ മുഖത്ത് നോക്കിയാ. അയ്യോ, പ്രിയ എന്ത് പറ്റി? പ്രിയ നോക്കണ്ട. തുറക്കടി. പ്രിയ നമ്മുടെ കൂടെ കൊണ്ടത് കരുതല്ലേ. കിടക്കുന്ന കിടപ്പില്ലേ?
ഗോഡ് ബ്ലെസ് മീ. എഴുന്നേക്കടി നീ. ചാരിക്ക് വന്നെന്ന് നോക്കിയേ. ചേട്ടൻ പറഞ്ഞ ചേട്ടന്റെ ഷൂ ഞാൻ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ എന്റെ കട നന്നാക്കി തരണം. അത് മറക്കല്ലേ. അടിപൊളിയാക്കി തരാം മോളെ. ഒന്ന് എഴുന്നേക്ക് മോളെ. നീ കൊടുത്ത ഷൂ കാരണം ചേട്ടൻ പണക്കാരനായി മോളെ. എഴുന്നേക്ക് മോളെ. നീ ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്നതിന്റെ ചേട്ടന് വിഷമാവേ. നീ എഴുന്നേക്ക് നോക്ക് മോളെ. മോളെ. ഡീ. എന്റെ ഷൂ അയച്ചാ പെട്ടെന്ന് അയച്ചതാ. ഇവനൊക്കെ കണ്ടി ചോരയില്ലാത്ത ഒഴിക്കേ പഴിച്ച് തന്നേക്കാടാ. അണ്ണാ മോളെ എടീ. കണ്ണു തുറക്കേ. പ്രിയേ. മോളെ ഒന്നുമില്ല. മോളെ കണ്ണു തുറക്കേ. വിട് ചേട്ടാ. കൊച്ചിന്റെ കഴുത്തിൽ കത്തി എടുക്കടാ. വിട് ചേട്ടാ. കത്തി എടുക്കാം. പ്ലീസ് എടുക്കാനാ പറഞ്ഞത്. സോമസുന്ദര, എടാ എടാ കാട്ടുപോത്തെ ചെളി കിടക്കുന്ന പന്നിയെ പോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ചേട്ടാ എത്ര നേരം പറഞ്ഞ അയാളെ വിളിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വാ. കുറച്ചു നേരം നമുക്ക് ഈ മഴ കണ്ട് രസിക്കാം. നിക്കടാ, ഇവന്റെ നാട്ടിൽ നിന്ന് ഫോൺ വന്നോണ്ടിരിക്കുക. നിന്റെ ഭാര്യ വിളിച്ചോണ്ടിരിക്കുന്നു. നിന്റെ ഡ്രൈവറുടെ കൂടെ പോണെന്ന് അതിനോട് പറയാൻ വേണ്ടിട്ടാ. ഷൺമുഖം പോലീസ് ആരെയോ പിടിച്ച് വരട്ടുക. ഷൺമുഖം പോലീസ് ആരെയോ വെരിട്ട് കാണുന്നു. അവനെ തന്നെ ഇത്രയും നാൾ അന്വേഷിച്ചോണ്ടിരുന്നത്. 5 ഉണ്ട് ഇന്ന് ഞാൻ അവന്റെ നെഞ്ചത്ത് കയറ്റും. എവിടെ എന്റെ ഷൂല് എന്താണെന്ന് നീ വെച്ചേക്കുന്നേ? ഒരു ക്ലോക്ക് മോഷിച്ചാൽ ഞാൻ അകത്താക്കിയല്ലേ? നിന്റെ സമയം ഇന്നത്തോടെ തീരുവിടാ. അയ്യോടാ, അത് ഷൺമുഖനല്ല, വേറെ ആരണ്ടാ. ഓടിക്കോ. പ്രിയ, നിന്നെ വീട്ടിൽ നിന്ന് രക്ഷിക്കും. കണ്ണില്ലടാ ഇങ്ങനെ ഇടിച്ചേട്ടെ. ബോധമുണ്ടോടാ നിനക്ക്? കുട്ടിയെ കൊണ്ടുപോയി വിൽക്കാൻ പോകുന്നത് നല്ല കാര്യമാണോ? പ്രിയേ, അവർ തന്നെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നീ എന്റെ കൂടെ വാ, ഞാൻ തന്നെ രക്ഷിക്കാം. അച്ഛൻ എന്നെ വിൽക്കാൻ പോവാണോ? കാര്യം കാശല്ലേ വേണ്ടത്? പ്രിയമോളെ വാ, നീ പുറത്തു വാ. ചേട്ടാ പോലീസാണെന്ന് തോന്നുന്നു. ഓടിക്കോ. കുട്ടികളെ തടികൊണ്ട് പോകണം. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. എങ്ങനെ അങ്കിൾ അവർ ഞങ്ങളെ ആശ്രമത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുവരുമ്പോഴേ രക്ഷിച്ചത്? ഇതൊരു ടൈം ട്രാവൽ ഷൂ ആണ്. ഈ ഷൂ പ്രസ് ചെയ്ത 10 ദിവസം മുന്നിലെത്താം. ഈ ഷൂ പ്രസ് ചെയ്ത 10 മിനിറ്റ് പുറകിലേക്ക് പോവാം. ഇത് എടുത്തോണ്ട് പോയി എക്സ്പെരിമെന്റ് ചെയ്യാൻ പോയപ്പോ പോലീസുകാരനെ പിടിച്ചു. ഇതെങ്ങനെ അവരെടുത്തോണ്ട് പോയെന്ന് പേടിച്ച് ഞാൻ ഇതുകൊണ്ട് വേറെ സ്ഥലത്ത് ഒളിച്ചു വെച്ചു. അതെന്റെ പ്രിയമുള്ളടുത്ത് കിട്ടിയത് കാരണം നിങ്ങൾ എല്ലാരും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് കരുതി കഴുത്തിൽ കത്തി വെച്ചിട്ടാണോ അഭ്യാസം കാണിക്കുന്നത്?